ഹായ് ഡിയേഴ്സ്, 5ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളെ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന പാഠഭാഗമാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഈ പാഠഭാഗത്തിൻ്റെ പേരാണ് ഊർജ സ്രോതസ്സുകൾ. എന്താണ് ഊർജ സ്രോതസ്സുകൾ? കൂട്ടുകാരെ, അപ്പോൾ എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത്. എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. ഊർജം നമുക്ക് കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. അപ്പോൾ എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കൂടെ തന്നെ പറഞ്ഞു പഠിക്കുക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജരൂപങ്ങളാണ്. ശരിയല്ലേ? പ്രകാശം നമുക്ക് കാണാൻ കഴിയും. ചൂട് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ തട്ടിയാൽ നമുക്ക് പൊള്ളും. അപ്പോൾ ചൂടും പ്രകാശവും ഒക്കെ നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്ന ഊർജ്ജരൂപങ്ങളാണ്. ഇനി നമ്മുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. 1. പാചകം ചെയ്യാൻ, ലൈറ്റ് പ്രകാശിപ്പിക്കാൻ, ഫാൻ തിരിയാൻ, ഇസ്തിരിയിടാൻ, മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ. ഇതിനൊക്കെ നമ്മുടെ വീടുകളിൽ ഊർജം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്തിനൊക്കെയാണ്? പാചകം ചെയ്യാൻ, ലൈറ്റ് പ്രകാശിപ്പിക്കാൻ, ഫാൻ തിരിയാൻ, ഇസ്തിരിയിടാൻ, മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ് ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നത്? വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി. ഇനി നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം അടുപ്പുകളും അതിന് യൂസ് ചെയ്യുന്ന ഇന്ധനങ്ങളും ഏതാണെന്ന് നോക്കാം. വിറകടുപ്പിന് വിറക്, മണ്ണെണ്ണയടുപ്പിന് മണ്ണെണ്ണ, ഗ്യാസ് അടുപ്പിന് LPG, സൗരോർജ അടുപ്പിന് സൗരോർജം. ഇതൊക്കെയാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ഇന്ധനങ്ങൾ. കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? ഒരാൾ ഒരു കുഴൽ ഉപയോഗിച്ച് ഒരു വിറകടുപ്പ് ഊതുന്നു. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്കറിയോ? നമുക്ക് കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. നാം കുഴൽ ഉപയോഗിച്ച് ഊതുമ്പോൾ ഓക്സിജൻ നന്നായി അടുപ്പിലെത്തുന്നു. അതുകൊണ്ടാണ് കുഴൽ ഉപയോഗിച്ച് വിറകടുപ്പ് കത്തിക്കുന്നത്. നെക്സ്റ്റ്, കത്താൻ വായു ആവശ്യമുണ്ടോ? ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക. രണ്ടും കത്തിച്ചു വയ്ക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിക്കുക? ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരിയിൽ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരികയും മെഴുകുതിരി അണയുകയും ചെയ്യും. എന്താ സംഭവിക്കുക? ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരിയിൽ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരികയും തന്മൂലം മെഴുകുതിരി അണയുകയും ചെയ്യുന്നു. അടുത്തതെന്താണെന്ന് നമുക്ക് നോക്കാം. താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം? അടുപ്പ് ഉപയോഗിക്കുമ്പോൾ താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം? എന്തൊക്കെ ചെയ്യാൻ പറ്റും? പാത്രത്തിനും അടുപ്പിനുമിടയിൽ വിടവ് കുറവാകണം. നല്ല വായുസഞ്ചാരം ലഭിക്കണം. പാഴായി പോകുന്ന ഊർജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം. വിറക് കുത്തി നിറയ്ക്കരുത്. വിറക് ചെറിയ കഷ്ണങ്ങളായി ഉപയോഗിക്കണം. ഇത്രയുമാണ് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ താപനഷ്ടം കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ്? പാത്രത്തിനും അടുപ്പിനുമിടയിൽ വിടവ് കുറവാകണം. നല്ല വായു സഞ്ചാരം ലഭിക്കണം. പാഴായി പോകുന്ന ഊർജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം. വിറക് കുത്തി നിറയ്ക്കരുത്.
വിറക് ചെറിയ കഷ്ണങ്ങളായി ഉപയോഗിക്കണം. ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഡീസലും പെട്രോളും ഒക്കെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോളും ഡീസലും ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, അതുപോലെ തന്നെ പാചകത്തിന് ഉപയോഗിക്കുന്ന LPG, ഇവയൊക്കെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു കൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. ഫോസിൽ ഇന്ധനങ്ങളും പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. ഫോസിൽ ഇന്ധനങ്ങൾ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. ഇനി നമുക്ക് ഫോസിൽ ഇന്ധനങ്ങളെ 3ആയി തിരിക്കാം. എന്തൊക്കെയായിട്ടാണ്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഇതിൽ ക്രൂഡ് ഓയിലിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കോളത്തിൽ എഴുതണം പെട്രോൾ, രണ്ടാമത്തെ കോളത്തിൽ ഡീസൽ, മൂന്നാമത്തേതിൽ മണ്ണെണ്ണ, നാലാമത്തേതിൽ LPG, 5 ജെറ്റ് ഫ്യൂവൽ. ഏതൊക്കെയാണ് ക്രൂഡ് ഓയിൽ വേർതിരിച്ചത്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, ജെറ്റ് ഫ്യൂവൽ. ഇനി നമുക്ക് ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ നോക്കാം. ഗരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 രൂപത്തിലും ഇന്ധനങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഗരം ഉള്ളതിന് താഴത്ത് എഴുതേണ്ടത് എന്തൊക്കെയെന്ന് നോക്കാം. ഏതൊക്കെയാണ് ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾ? വിറക്, കൽക്കരി, കരി, കോക്ക്. വിറക്, കൽക്കരി, കരി, കോക്ക്. നെക്സ്റ്റ് ദ്രാവകം. ദ്രാവകാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ. നെക്സ്റ്റ് വാതകാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? നാഫ്ത, LPG, CNG, പ്രകൃതിവാതകം. നാഫ്ത, LPG, CNG, പ്രകൃതിവാതകം. ഇവിടെ 3 തീവണ്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് കാലക്രമേണ നമ്മൾ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ്? ആദ്യത്തെ ചിത്രത്തിലുള്ളത് കൽക്കരിയിൽ ഓടുന്ന വണ്ടിയാണ്, രണ്ടാമത്തേതിൽ ഡീസൽ തീവണ്ടിയാണ്, മൂന്നാമത്തേതിൽ വൈദ്യുത തീവണ്ടി. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഊർജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ജലവൈദ്യുതി. കൂട്ടുകാരെ, എങ്ങനെയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക? കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു.
വെള്ളത്തെ ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ജലവൈദ്യുതി ഉണ്ടാക്കുന്നത്. വലിയ അണക്കെട്ടുകളിൽ വെള്ളം തടഞ്ഞു നിർത്തും. എന്നിട്ട് അതിന് ആവശ്യാനുസരണം വെള്ളത്തെ താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ജലവൈദ്യുതി ഉണ്ടാക്കുന്നത്. അടുത്ത ഒരു മെത്തേഡാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് കാറ്റാടി യന്ത്രം. വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ടർബൈൻ കറങ്ങുന്നു. ടർബൈൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ നിങ്ങൾക്കറിയാമോ? ഏതൊക്കെയാണ്? രാമക്കൽമേട് ഇടുക്കി, കഞ്ചിക്കോട് പാലക്കാട്, അട്ടപ്പാടി പാലക്കാട്. രാമക്കൽമേട് ഇടുക്കി, കഞ്ചിക്കോട് പാലക്കാട്, അട്ടപ്പാടി പാലക്കാട്. മനുഷ്യർ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഊർജ രൂപമാണ് കാറ്റ്. മനുഷ്യൻ സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജമുള്ളതിനാൽ അവ കടുത്ത നാശനഷ്ടമുണ്ടാക്കുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലൂടെ കൊടുങ്കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാകുന്നു. കൂട്ടുകാരെ, അടുത്തത് കൊടുത്തിരിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത്? ഒന്നാമത്തത് വസ്തുക്കൾ ഉണക്കുന്നതിന്. പിന്നെ എന്തിനാ? വൈദ്യുതോൽപാദനത്തിന്. വൈദ്യുതോൽപാദനത്തിനും വസ്തുക്കൾ ഉണക്കുന്നതിനും നാം സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗിക്കുന്നുണ്ട്. സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, തെരുവ് വിളക്കുകൾ, സോളാർ കാൽക്കുലേറ്റർ. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വൈദ്യുത വാഹനങ്ങൾ. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾ? അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. മലിനീകരണം കുറവാണ്, ചെലവ് കുറവ്, പരിപാലന ചെലവിലെ കുറവ്, ശബ്ദക്കുറവ്, സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. എന്തൊക്കെയാണ്? മലിനീകരണം കുറവ്, ചെലവ് കുറവ്, പരിപാലന ചെലവിലെ കുറവ്, ശബ്ദക്കുറവ്, സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അടുത്തത് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. ഉപയോഗിക്കുന്നതിന് അനുസരിച്ച് തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകൾ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകൾ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു. ഇതിന് ഉദാഹരണമാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. ഇതൊന്നും ഒരിക്കലും തീർന്നു പോകില്ല. അതാണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളുടെ ഒരു പ്രത്യേകതയാണ് ഇത് വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഒരു ബോക്സിൽ കൊച്ചിൻ എയർപോർട്ടിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ എയർപോർട്ട്. ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം, പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലെ എയർപോർട്ട്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ്. അടുത്തത് ബയോഗ്യാസ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. ഇനി നമുക്ക് ബയോഗ്യാസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സാണ്. ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നില്ല, ജൈവ മാലിന്യങ്ങളെ ഇന്ധനമാക്കി മാറ്റുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, വളം ലഭ്യത, മാലിന്യ നിർമ്മാർജ്ജനം. ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ്. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും
ഊർജ ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം, അണുശക്തി. ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം, അണുശക്തി. ചൂടാറാപ്പെട്ടി. ഇന്ധന ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ നഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാപ്പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത്. ഭാവിയുടെ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? കൂട്ടുകാരെ, ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു. നെക്സ്റ്റ്, വായു മലിനീകരണം ഉണ്ടാക്കുന്നു. അടുത്തത്, ഹരിതഗൃഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു, വായു മലിനീകരണം ഉണ്ടാക്കുന്നു, ഹരിതഗൃഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഈ പരിമിതികളില്ലാത്ത ഊർജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എക്കാലത്തും ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് മഴക്കാലമൊക്കെ ആയാൽ സൂര്യപ്രകാശം കുറയും. കാറ്റിൻ്റെ വേഗത ഒരുപോലെയാണോ? അതും അല്ല. കാറ്റ് പലയിടങ്ങളിൽ പല വേഗതയിലാണ് വീശുന്നത്. കൂട്ടുകാരെ, ഈ കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് എപ്പോഴും ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവയുടെ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്.